വെൽക്കം ടു ബിനു സിന്ധി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് എപ്പോഴും സംസാരത്തിൽ കേൾക്കുന്ന കുറെ വാക്യങ്ങൾ ഉണ്ട് കേട്ടോ. എന്താ പറയുന്നത്, അതിന് വലിയ ഗ്രാമർ ഉണ്ടാവില്ല, അതുപോലെ നമ്മൾ പഠിച്ച അർത്ഥം തന്നെ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഹവാ ഖാന. ഹവാ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മനസ്സിലാവുന്നേ? ഖാന ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുക എന്നാണല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക. അപ്പൊ ഹവാ ഖാന എന്ന് പറഞ്ഞാൽ ഹവയുടെ അർത്ഥം എന്താണ് നമുക്കറിയാം അല്ലെ? വായു അല്ലെങ്കിൽ കാറ്റ് എന്നൊക്കെ പറയാനായിട്ട് ഹവ എന്ന് പറയും. അപ്പൊ ഹവ ഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് തിന്നു എന്നുള്ള അർത്ഥം. കാറ്റ് തിന്നുക എന്നുള്ളതാണോ? അല്ല. അതിനൊരു എക്സാമ്പിൾ ഞാനിപ്പോ പറയാം. നമ്മളിങ്ങനെ നല്ല ചൂടുള്ള സമയത്തൊക്കെ ഒരു റൂമിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കറണ്ടും ഉണ്ടാവില്ല, ഫാനും ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് നല്ല വീർപ്പൂട്ടലുണ്ടാവും അല്ലെ? അപ്പൊ ഒത്തിരി പേര് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ പറയും, നമ്മൾ നല്ല ഇത് വളരെ എന്താ പറയുന്നത് റഫായിട്ട് സംസാരിക്കുന്ന കേട്ടോ. നമ്മളിപ്പോ പ്രോപ്പർ ഹിന്ദി ഒന്നും പറയാനില്ല, പക്ഷെ നിങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറഞ്ഞു തരുന്ന കേട്ടോ. ഇപ്പൊ പറയും തൊട സൈഡോ ജാവോ, തൊട സൈഡോ ജാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒതുങ്ങി നിൽക്കൂ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്കൂ എന്നുള്ളതാണ് കേട്ടോ. തൊട സൈഡോ ജാവോ, തൊടി ഹവ കാനേതോ. കാനേതോ എന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ അത് ആനേതോ എന്നാണ്. ഹവ ആനേതോ എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ് ഒന്ന് ഒരിത്തിരി കാറ്റ് കിട്ടട്ടെ എന്നുള്ളതാണ് പറയുന്നത്. എങ്കിൽ പോലും ചിലവർ ഇങ്ങനെയും പറയും തൊടി ഹവ കാനേതോ. അപ്പൊ ഈ കാനേതോ എന്ന് ഉദ്ദേശിക്കുന്നത് കാറ്റിനെ തിന്നാൻ തരുന്നല്ല കേട്ടോ അവർ ചോദിക്കുന്നത്. കുറച്ച് കാറ്റൊന്ന് കിട്ടിക്കോട്ടെ എന്ന് പറയുന്നതാ. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് കസം ഖാന. കസം ഖാന എന്ന് പറയുന്നത് ഇതാണ്. എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ആണയിട്ടൊക്കെ പറയത്തില്ലയോ, സത്യം ചെയ്യുക. അതാണ് അതിന്റെ പ്രോപ്പർ വേർഡ് കേട്ടോ. സത്യം ചെയ്യുക അല്ലെങ്കിൽ ആണയിടുക എന്നൊക്കെ പറയുന്നതാ കസം ഖാന. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിച്ച് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവര് പറയും എന്റെ അമ്മയെന്നെ സത്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടാവും അല്ലെ? മെരി മാക്കി കസം, മെരി മാക്കി കസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മയാണ് സത്യം. മെനൈസ നെയ് കിയാൻ, മെനെ ഏസ നെയ് കിയാൻ, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ കസം ഖാന എന്ന് പറയുന്നത്, കസം കാവോ എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ്. നീ സത്യം ചെയ്യൂ എന്ന് പറയുന്നതാണ്. ഇവിടെ നമുക്കൊരു ഡൗട്ട് വരാം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒരു വാദാകർണ. വാദാകർണ എന്ന് പറയുന്നത് വാഗ്ദാനം ചെയ്യില്ല കേട്ടോ, പ്രോമിസ് ചെയ്യില്ല. ഇത് സത്യം ചെയ്യില്ല. ഇത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. മലയാളത്തിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. സത്യം ചെയ്യാന്ന് പറയുന്നതും പ്രോമിസ് കൊടുക്കുക എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. മുജിസെ വാദാക്കാരോ എന്ന് പറഞ്ഞാൽ എന്നോട് പ്രോമിസ് ചെയ്യൂ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ കസം ഖാന എന്ന് ഉദ്ദേശിക്കുന്നത് സത്യത്തിനെ തിന്നാനല്ല, സത്യം ചെയ്യൂ എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത് കേട്ടോ. ഇനി കേൾക്കാം ദവാഖാന. ദവാഖാന എന്ന് പറയുന്നത്, ദവ എന്ന് പറഞ്ഞ എന്താണ്? മെഡിസിൻ. ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക അല്ലെ? പക്ഷെ ദവാഖാന എന്ന് പറയുന്നത് ഫാർമസീനിയ, അല്ലാതെ മെഡിസിൻ കഴിക്കൂ എന്നല്ല അവിടെ പറയുന്നത്. ഫാർമസീനെ പറയുന്നതാണ് ദവാഖാന എന്നുള്ളത് കേട്ടോ, ആ ഒരു വേർഡ്. ഓക്കെ, വളരെ കോമൺ ആയിട്ട് ഇപ്പൊ നമ്മൾ ഹിന്ദിക്കാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഹിന്ദിക്കാരി പണിക്കാരുടെ ഇടയിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കോമൺ ആയിട്ട് സംസാരിക്കുമ്പോൾ കയറി വരുന്ന സെന്റൻസുകളാണ്. അപ്പൊ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല. കാരണം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അർത്ഥം വേറെ, ഇവർ ഉപയോഗിക്കുന്ന രീതി വേറെ അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ സെന്റൻസുകൾ നമ്മൾ പറഞ്ഞു വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാത്തൊരു വാക്കാണ്. ന്യൂ വേർഡ്സും കുറച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കൂ കേട്ടോ. ജാൻ. ജാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനെ പറയുന്നതാ ജാൻ. ഇപ്പൊ നമ്മൾ പറയും അല്ലെ, തും മേരി ജാൻ ഹോ. തും മേരി ജാൻ ഹോ എന്ന് പറഞ്ഞാൽ നീ എന്റെ ജീവനാണ് എന്ന് പറയുന്നതാ. തും മേരി ജാൻ ഹോ. അതുപോലെ തന്നെ നമ്മൾ പറയല്ലേ, അത് കേട്ടപ്പോ തന്നെ എന്റെ ജീവൻ പോയി എന്നൊക്കെ പറയും. അത് കേട്ടപ്പോ തന്നെ എന്റെ ജീവൻ പോയി എന്നൊക്കെ പറയത്തില്ലോ. എന്തെങ്കിലും ഒരു എമർജൻസി നമുക്ക് കേൾക്കുമ്പോ ഒരു ടെൻഷനായിട്ട് നമ്മൾ പറയും അല്ലെ? വോ സുൻതേ ഹി, കേട്ടപ്പോൾ തന്നെ. ഹി എന്നുള്ള വാക്കിന്റെ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ? ആജ് ഹി കർണ ഹെ, ഇന്ന് തന്നെ ചെയ്യണം. ആജ് കർണ ഹെ എന്ന് പറഞ്ഞാൽ ഇന്ന് ചെയ്യണം. ആജ് ഹി, ഇന്ന് തന്നെ എന്ന് പറയാനായിട്ട് എന്ത് വെച്ചത് നമ്മള്? ഹി. ഇതൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പൊ വോ സുൻതേ ഹി, അത് കേട്ടപ്പോൾ തന്നെ. മെരി ജാൻ ചലി ഗയി, എന്റെ ജീവൻ പോയി എന്ന് പറയുന്ന കേട്ടോ. വോ സുൻതേ ഹി മെരി ജാൻ ചലി ഗയി. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും വണ്ടിക്കൊക്കെ വട്ടം ചാടിയിട്ട് നമ്മൾ പേടിച്ചിട്ട് പറയും അയ്യോ ജീവൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയില്ലേ? ജാൻ ബച്ച് ഗയി എന്നാ പറയാ. ജാൻ ബച്ച് ഗയി, ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥം കേട്ടോ. അപ്പൊ ഈ ബച്ചാന എന്ന് പറയുന്നത് രക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ബച്ചാന ആ വാക്ക്. ഇപ്പൊ മുझे ബച്ചാവോ, ബച്ചാവോ എന്ന് പറഞ്ഞാൽ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ എന്ന് പറയാൻ കേട്ടോ.
മുജെ ബച്ചാവോ. ഇനിയിപ്പോ നമ്മൾ ഓഫീസിൽ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ, ഓഫീസിൽ മീറ്റിങ്ങിലോ എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ സാറൊക്കെ നമ്മളെ വഴക്ക് പറയുമ്പോൾ ഒരാൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത് സംസാരിച്ചു. അപ്പൊ നമ്മളിങ്ങനെ പറയല്ലേ, ഇന്ന് നീ എന്നെ രക്ഷിച്ചു. ആജ് തുമ്നെ മുജെ ബച്ചാ ലിയ. ആജ് തുമ്നെ മുജെ ബച്ചാ ലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നീ എന്നെ രക്ഷിച്ചു എന്ന് നമ്മൾ പറയുന്നതാണ്. ഞാൻ ഒത്തിരി സെന്റൻസുകൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് അത് ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ടാട്ടോ. കാരണം ഈ ഒരു വാക്കിനെ തന്നെ പല രീതിയിലും കേൾക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ ചാൻസസ് ഉള്ള വാക്കുകളാണ് കേട്ടോ. ഇപ്പൊ ഈ ബച്ചാലിയ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബച്ചുകൈ ജാൻ ബച്ചുകൈ എന്ന് പറഞ്ഞ എന്താണ്, ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പൊ അവിടെ ഒരു ബാക്കി എന്നുള്ള അർത്ഥത്തിലും കൂടി നമുക്ക് ഈ ബച്ചന വരുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഖാന ബച്ചുകയ എന്ന് പറയുന്നത്, ഖാന ബച്ചുകയ എന്ന് പറയുന്നത് ഭക്ഷണം രക്ഷപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലല്ല, ഭക്ഷണം ബാക്കിയായി. അപ്പൊ ഈ ഒരു വാക്കിന് തന്നെ രണ്ട് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? രക്ഷപ്പെടുക എന്നുള്ള അർത്ഥത്തിലും അതുപോലെ തന്നെ ബാക്കിയാവുക. ഇപ്പൊ ജീവൻ രക്ഷപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് ബാക്കിയാവും എന്നുള്ള നിങ്ങൾക്ക് പറയാം അല്ലെ, ജീവൻ ബാക്കിയായി എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഭക്ഷണം ബാക്കിയായി എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് രക്ഷപ്പെട്ടു എന്നുള്ള വാക്ക് ഒട്ടും സ്യൂട്ട് അല്ല അല്ലെ. ഭക്ഷണം രക്ഷപ്പെട്ടു നമ്മൾ പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് സാഹചര്യം അനുസരിച്ചിട്ടാണ് ഈ ഒരൊറ്റ വേർഡ്, ഒരു വേർഡ് ആണെങ്കിലും ഇതുപോലെ ഒത്തിരി വാക്കുകൾ ഹിന്ദിയിലുണ്ട്. സാഹചര്യം അനുസരിച്ച് നമ്മൾ അതിനെ മാച്ച് ചെയ്ത് വെക്കുക വേണ്ട കേട്ടോ. ഇപ്പൊ ഖാന ബച്ചുകയ എന്ന് പറഞ്ഞ എന്താണ്? ഭക്ഷണം ബാക്കിയായി എന്നാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ കുറച്ച് ജോലി ബാക്കിയുണ്ട്, കുറച്ച് ജോലി ബാക്കിയുണ്ട് എന്ന് പറയത്തില്ലയോ, അവിടെ ആ ബാക്കി എന്ന വാക്കിന്, ആ ഒരു വാക്കിന്റെ അർത്ഥം എങ്ങനെയാ വരുന്നത്? കുച്ച് കാം ബച്ചാഹെ, ഇതാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. കുച്ച് കാം ബച്ചാഹെ, കുറച്ച് ജോലി ബാക്കിയുണ്ട്. അപ്പൊ ഈ രണ്ട് രീതിയിലും ഈ ഒരു വാക്കിനെ യൂസ് ചെയ്യാന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് സമ്പാൽക്കെ. സമ്പാൽക്കർ എന്ന് പറയുന്നത് സൂക്ഷിച്ച് എന്നർത്ഥം വരുന്ന കേട്ടോ. ഇപ്പൊ നമ്മളിങ്ങനെ പറയും സമ്പാൽക്കെ സമ്പാൽക്കെ എന്ന് പറയും. എന്താണ്? സൂക്ഷിച്ച് എന്ന് പറയുന്നതാ. ഇപ്പൊ നമ്മൾ ഇതിനു മുമ്പ് ഒരു വാക്ക് ഇതുപോലെ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച്. ഏതാണ്? ധ്യാൻസെ. ധ്യാൻസെ കരോ, ശ്രദ്ധിച്ച് ചെയ്യൂ. ധ്യാൻസെ ജാവോ എന്നൊക്കെ പറയണ്ട അല്ലെ. പക്ഷെ ഇത് രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ട്, അതല്ലാത്ത രീതിയിൽ നമുക്ക് വെക്കേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയണ ഒരു വസ്തു കൊടുത്തിട്ട് സമ്പാൽക്കെ രഖനാ ഹേ, എന്താ പറഞ്ഞ? ഇത് സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്നതാ. അവിടെ നമുക്ക് ഇത് ശ്രദ്ധിച്ചു വെക്കണം എന്നല്ല അർത്ഥം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമുക്കവിടെ സമ്പാൽക്കെ എന്നുള്ള യൂസ് ആണ് അവിടെ വരുന്നത്, സമ്പാൽക്കർ. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പറയണേ ഇത് സൂക്ഷിച്ചു കൊണ്ടുപോ, സമ്പാൽക്കർ ലേജാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൂക്ഷിച്ചു കൊണ്ടുപോകുന്നും പറയാം, ധ്യാൻസെ ലേജാന എന്നും പറയാം. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോ പൊട്ടുന്ന വല്ല വസ്തുക്കളായിരിക്കാം, അപ്പൊ ശ്രദ്ധിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്നതിലും തെറ്റില്ല. അപ്പൊ ഇതാണ് സമ്പാൽക്കർ, സൂക്ഷിച്ച്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അതുപോലെ തന്നെ വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു മറ്റൊരു വാക്കാണ് ആരാംസെ. ആരാംസെ കൊരു, ആരാംസെ, ആരാംസെ. ഈ സമ്പാൽക്കർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ആരാംസെ. ആരാംസെ എന്ന് പറയുന്നത് പയ്യെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഇപ്പൊ കുറച്ചുകൂടി അതിന് ഇന്നർ മീനിങ് വരുന്നത് ഇത്തിരി സമാധാനത്തില് എന്നുള്ള അർത്ഥം കൂടി അതിന് വരുന്നുണ്ട് പലയിടത്തും കേട്ടോ. ഇപ്പൊ നമ്മൾ പറയണ ആരാംസെ കൊരു, പയ്യെ ചെയ്യും, പയ്യെ ചെയ്യും. ആരാംസെ കാവോ, ആരാംസെ കാവോ, പയ്യെ തിന്നാൻ മതി എന്നുള്ള രീതിയിൽ പറയുന്ന കേട്ടോ. ആരാംസെ കാവോ. അതുപോലെ തന്നെ ആരാംസെ ബേട്ടോ, ആരാംസെ ബേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തിരി സമാധാനത്തോടെ അവിടെ ഇരുന്നോ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. പയ്യെ എന്നുള്ളതിന് മറ്റൊരർത്ഥം വരുന്ന സാഹചര്യമാണ് ആരാംസെ ബേട്ടോ, സമാധാനമായിട്ട് അവിടെ ഇരുന്നോളൂ എന്നുള്ള അർത്ഥത്തിലാട്ടോ. അപ്പൊ ആരാംസെ, ആരാംസെ എന്ന് പറയുന്നത് ഇപ്പൊ മക്കളൊക്കെ ഓടി പോവുകയാണെങ്കിൽ നമ്മൾ പറയും ആരാംസെ, ആരാംസെ. എന്താ പറയുന്നത്? പതുക്കെ എന്നുള്ള അർത്ഥത്തിലാണ്. നല്ല സ്പീഡിലൊക്കെ ഓടി വീഴരുത് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് കേട്ടോ. ആരാംസെ ഈ വാക്ക് നോട്ട് ചെയ്തോ, ഒത്തിരി യൂസ് ചെയ്യുന്ന വാക്കാണ്. ഓക്കെ. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് ആരാംസെ. ഓക്കെ. അടുത്തൊരു വാക്കാണ് ഗാലി. ഗാലി ഇതിപ്പോ ഞാൻ പറയാൻ കാരണം രണ്ട് രീതിയിലുള്ള വാക്കുകളുണ്ട് കേട്ടോ. നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചില്ലേ ഒരുപോലെ ഇരിക്കുന്ന വാക്കുകൾ, ഒത്തിരി വാക്കുകളുണ്ട്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിട്ട് വരുന്നത് കേട്ടോ. ഇപ്പൊ ഗാലി എന്നും പറയാം, ഗളി എന്നും പറയാം, പക്ഷെ ഇത് രണ്ട് അർത്ഥമാണ്. ഗാലി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ചീത്ത വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ചീത്ത പറയുക എന്നാണ്. പക്ഷെ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ പറയത്തില്ലയോ, മലയാളത്തിൽ തെറി പറയാന്നൊക്കെ പറയാം അല്ലെ. ഓക്കെ. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്, ഗാലി തേരാന്ന് കേട്ടോ. ഇപ്പൊ മക്കളൊക്കെ വന്ന് പറയാറുണ്ട് സ്കൂളിലെന്നൊക്കെ വരുമ്പോ പറയാം അമ്മ അവൻ എന്നെ ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പിള്ളേരാണ്, വലിയ സംഭവങ്ങളൊന്നും ആയിരിക്കില്ലേ പറഞ്ഞിട്ടുണ്ടാവാം, പട്ടി പൂച്ചണ്ടൊക്കെ ആയിരിക്കാം, പക്ഷെ അതിനെ പറയുന്നത് ഉസ്നെ മുജെ ഗാലി ദിയാന്നാ പറയാം.
ഉസ്നെ മുജെ ഗാലി ദിയ, അവൻ എന്നെ ചീത്ത വിളിച്ചു എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി അതുപോലെ ഗാലി ദേന അച്ചി ബാത്ത് നഹി ഹെ എന്ന് പറയും കേട്ടോ. ഗാലി ദേന അച്ചി ബാത്ത് നഹി ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയുന്ന അത്ര വലിയ നല്ല കാര്യമൊന്നും അല്ല അല്ലെ, നല്ല കാര്യമല്ല എന്നാണ് അവിടെ പറഞ്ഞത്. അച്ചി ബാത്ത്. അപ്പൊ ഇവിടെ ബാത്തിന് നമ്മൾ എന്താ ഉദ്ദേശിച്ചത്? കാര്യം എന്നുള്ള വാക്കാണ് അവിടെ പറഞ്ഞത്, അർത്ഥമാണ് അവിടെ പറഞ്ഞത്. പക്ഷെ നമ്മൾ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാ? ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാ. മനസ്സിലാവുന്നുണ്ടോ? ഒരു വാക്കിന് തന്നെ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ബാത് കർണ സംസാരിക്കുക, ഇവിടെ സംസാരം നല്ലല്ലോ വന്നത്. അച്ചി ബാത്ത് നെയ്യേ, അത് നല്ല കാര്യമല്ല എന്നാണ് നമ്മളവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഇങ്ങനെയും നമുക്ക് ഇതിനെ സംസാരിക്കാം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പറയാണ് ക്യാ ബാത്തേ, ഞാൻ ചോദിക്കുകയാണ്, പറയല്ല. ക്യാ ബാത്തേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സംസാരം എന്നല്ല അവിടെ കറക്റ്റ്, എന്താ കാര്യം എന്നാണ്. അപ്പൊ ആ കാര്യം എന്നുള്ള ഒരു വാക്കിനും അർത്ഥത്തിനും നമുക്ക് ഈ ബാത്ത് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ കാര്യം? ഇനിയിപ്പോ നമ്മൾ പറയാണ് ഒരു പ്രശ്നവും ഇല്ല, ഒരു കാര്യവും ഇല്ല എന്നല്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് നമ്മൾ പറയാം അല്ലെ. കൊയ് ബാത്ത് നെയ്, കൊയ് ബാത്ത് നെയ്, അവിടെയും ഈ ബാത്ത് വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു വാക്ക് പല രീതിയിൽ പല സിറ്റുവേഷനിൽ യൂസ് ആയി പോകുന്നുണ്ട്. നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. കൊയ് ബാത്ത് നെയ് എന്ന് പറഞ്ഞ എന്താ? ഒരു പ്രശ്നവും ഇല്ല. ഇത് ഞാനൊരു മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. ഓക്കെ, ഇനി അടുത്തതാണ് ഗലി. ഗലി എന്ന് പറയുന്നത് വഴി ഉണ്ടല്ലോ, ഈ തെരുവിലൊക്കെ ഓരോരോ വഴികൾ കാണില്ലേ, സ്ട്രീറ്റ്, ലെയിൻ എന്നൊക്കെ പറയുന്ന കേട്ടോ. ഇപ്പൊ ആ കട ഏത് വഴിയിലാന്നൊക്കെ നമ്മൾ ചോദിക്കും അല്ലെ. ഇടവഴികളൊക്കെ ഉണ്ടല്ലോ, ഏത് വഴിയിലാ? वो दुकान कौन सी गली में है, कौन सी गली में है, वो दुकान कौन सी गली में है എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കട ഏത് വഴിയിലാന്നാണ്. മനസ്സിലായോ? അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കും അല്ലെ. वो गली यहाँ से कितनी दूर है, वो गली यहाँ से कितनी दूर है, ആ വഴി ഇവിടുന്ന് എത്ര ദൂരത്തിലാണ് എന്ന് ചോദിക്കുന്നതാണ്. അപ്പൊ ഗലി എന്ന് പറയുന്നത് വഴിയും അതുപോലെ ഗാലി എന്ന് പറയുന്നത് ബാഡ് വേർഡ്സ് കൊടുക്കുക എന്നുള്ളതുമാണ് കേട്ടോ. മനസ്സിലായില്ലോ? അടുത്തതാണ് ജിന്ദഗി. നമ്മൾ നേരത്തെ ജാൻ പറഞ്ഞില്ലയോ? ജാൻ എന്ന് പറഞ്ഞ എന്താ? ജീവൻ. ഇനി ചിലപ്പോ ലൈഫ് എന്നുള്ള അർത്ഥത്തിലും ജാനിന് വരും കേട്ടോ. നീ എന്റെ ജീവനാണ് അല്ലെങ്കിൽ നീ എന്റെ ലൈഫാന്നൊക്കെ പറയത്തില്ലയോ? അപ്പോഴും നമുക്ക് ജാൻ എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. പക്ഷെ ജാൻ എന്നുള്ളത് ജീവനും ജിന്ദഗി എന്നുള്ളതാണ് ലൈഫ്. ജിന്ദഗി ജീവിതം എന്നുള്ളതാണ്. ഇപ്പൊ ചിലര് പറയും എന്റെ ജീവിതം നന്നായിട്ട് നടക്കുന്നില്ല, മേരി ജിന്ദഗി അച്ചി നെഹി ചൽ റേ, മേരി ജിന്ദഗി അച്ചി നെഹി ചൽ റേ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതം നന്നായിട്ട് നടക്കുന്നില്ല എന്നാ. അതുപോലെ മറ്റൊരു സെന്റൻസ്, ജിന്ദഗി ചോട്ടി ചോട്ടി ചീസോ സെ ബനി ഹെ. ജിന്ദഗി ചോട്ടി ചോട്ടി ചീസോ സെ എന്ന് ഉദ്ദേശിക്കുന്നത് ചീസ് എന്ന് പറയുന്നത് വസ്തുക്കൾ അല്ലെങ്കിൽ സാധനങ്ങൾ എന്നുള്ള അർത്ഥത്തിലാട്ടോ. പക്ഷെ ഇവിടെ അർത്ഥാക്കുന്നത് ചോട്ടി ചോട്ടി ചീസോ സെ ബനി ഹെ എന്താണ്? ജീവിതം ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അവിടെ എന്തൊക്കെയാ വരുന്നത്? സുഖവും ദുഃഖവും സന്തോഷവും ഇതൊക്കെ തന്നെയാ വരുന്നത് കേട്ടോ. അപ്പൊ ജിന്ദഗി ചോട്ടി ചോട്ടി ചീസോ സെ ബനി ഹെ എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമുക്ക് പറയാം ജീവിതത്തിലെ ചില ചാൻസുകൾ അല്ലെ ഒരിക്കലേ കിട്ടത്തുള്ളൂ എന്ന് പറയത്തില്ലോ. കുച്ച് മോക്കെ ജിന്ദഗി മേ, കുച്ച് മോക്കെ, കുച്ച് മോക്കെ എന്ന് പറയുന്നത് മോക്ക എന്ന് പറഞ്ഞ എന്താണ്? ചാൻസ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലെ, മോക്ക. അപ്പൊ കുച്ച് മോക്കെ ചില ചാൻസ്, മനസ്സിലാവുന്നുണ്ടോ? ചില ചാൻസുകൾ ജിന്ദഗി മേ ഏക് ബാർ ഹി ആത്തെ, ജിന്ദഗി മേ ജീവിതത്തിൽ ഏക് ബാർ ഹി ആത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ വരത്തുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുച്ച് മോക്കി ജിന്ദഗി മേ ഏക് ബാർ ഹി ആത്തെ, അതാണ് ജിന്ദഗി. ജിന്ദഗി എന്ന് പറഞ്ഞപ്പോ എന്താ മനസ്സിലായേ? ജീവിതം. ഓക്കെ, അടുത്തൊരു സെന്റൻസ് ആണ് ദിമാഗ് ഖരാബ് മത് കരോ. നമ്മൾ ഒരുപാട് കേൾക്കാൻ പോകുന്നതായിട്ട് ഇതൊക്കെ. ദിമാഗ് ഖരാബ് മത് കരോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിമാഗ് നമുക്കറിയാം അല്ലെ, എന്താണ്? ബുദ്ധി. നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഖരാബ്, ഖരാബ് എന്ന് പറഞ്ഞാൽ കേട്. അപ്പൊ ഇവിടെ അർത്ഥം എന്താ വരുന്നത്? ബുദ്ധി കേടായി എന്നാണോ? അതല്ല അല്ലെ. മത് കരോ എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള അർത്ഥത്തിലാണ്. ദിമാഗ് ഖരാബ് മത് കരോ. ഇപ്പൊ നമ്മൾ ദേഷ്യത്തിലൊക്കെ പറയില്ല, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അല്ലെങ്കിൽ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്നൊക്കെ പറയത്തില്ലയോ? ആ ഒരു വാക്ക് ഇങ്ങനെയാ പറയാ, ദിമാഗ് ഖരാബ് മത് കരോ. ഇപ്പൊ വീട്ടിലൊക്കെ നമ്മളിങ്ങനെ 24 മണിക്കൂർ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഹസ്ബൻഡ് ഒക്കെ പറയുന്ന ഒരു വാക്കാട്ടത്. ഓക്കെ, ദിമാഗ് ഖരാബ് മത് കരോ എന്നുള്ളത്. അതുപോലെ തന്നെ എന്റെ തലയിലൊന്നും കേറുന്നില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലോ, എന്റെ തലയിലൊന്നും കേറുന്നില്ല എന്നൊക്കെ പറയില്ലേ. അപ്പൊ അവിടെ മേരെ ദിമാഗ് മേ, എന്റെ ബുദ്ധിയിൽ എന്നുള്ളതാണ്. പക്ഷെ അത് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ, എന്റെ തലയിലേക്കൊന്നും കേറുന്നില്ല. മേരെ ദിമാഗ് മേ കുച്ച് നഹീ ഗുസ്റേ. ഗുസ്ന എന്ന് പറയുമ്പോ കയറുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. കുച്ച് നഹീ ഗുസ്റേ എന്ന് പറഞ്ഞാൽ ഒന്നും കയറുന്നില്ല. മേരെ ദിമാഗ് മേ കുച്ച് നഹീ ഗുസ്റേ. മനസ്സിലാവുന്നല്ലോ? അതുപോലെ തന്നെ എന്റെ ബുദ്ധിയിൽ ഒന്നും വരുന്നില്ല. മേരെ ദിമാഗ് മേ കുച്ച് നഹീ ആ രഹാ,
ഇപ്പൊ എന്തെങ്കിലും ഐഡിയ ഒക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, എനിക്കൊന്നും വരുന്നില്ല, അല്ലെങ്കിൽ എന്റെ ബുദ്ധിയിലൊന്നും വരുന്നില്ല, മേരെ ദിമാഗ് മേ കുച്ച് നെയ് ആരെ, ഒന്നും തന്നെ വരുന്നില്ല എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഈ ദിമാഗ് എന്ന വാക്കുകൊണ്ടുള്ള സെന്റൻസ് കേട്ടോ. ഓക്കെ, അടുത്ത രണ്ട് വാക്കാണ് മസ, മസ്ത്. നമ്മൾ നോക്കിയിട്ടുള്ള അല്ലെ, മജ എന്നും പറയും, അല്ലെങ്കിൽ മസ എന്നും പറയും കേട്ടോ. ഓക്കെ, ഈ ജായുടെ അടിയിൽ കുത്തുള്ളതിനൊക്കെ നമ്മൾ എന്നാണ് പ്രൊനൗൺസ് ചെയ്യണേ. ആവാസ്, ആവാസ് എന്ന് പറഞ്ഞ സൗണ്ട്, ആവാജ് എന്ന് പറയുന്നത് കൊണ്ട്, പക്ഷെ ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്നാണ് കേട്ടോ, എന്ന് വരും. ഓക്കെ, അപ്പൊ മസ അതല്ലെങ്കിൽ മസ്ത് നമ്മളൊരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ, എന്നാലും റിവിഷൻ പോലെ ഞാൻ കൊണ്ടുവന്നാണ്. മസ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലഷർ അല്ലെ, സന്തോഷം, എൻജോയ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മൾ പറയും ഗാഡി ചലാനേമേ ബഹുത് മസ ആരേ, അല്ലെങ്കിൽ ബഹുത് മസ ആയ അല്ലെ, നമ്മൾ എൻജോയ് ചെയ്തു എന്ന് പറയുന്നതാണ് ബഹുത് മസ ആയ എന്ന് പറയുന്നത്. ബഹുത് മസ ആരേ എന്ന് പറഞ്ഞാൽ നല്ല സന്തോഷമാണ് എന്നുള്ള അർത്ഥത്തില അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് ഗാഡി ചലാനേമേ ബഹുത് മസ ആരേ. അതുപോലെ തന്നെ യഹാം കേൽനേമേ ബഹുത് മസ ആരേ, ഇവിടെ കളിക്കാനായിട്ട് നല്ല മസയാണെന്ന് പറയുന്നത്, നല്ല സന്തോഷമാണ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് മസ. ഇനി മസ്ത്, മസ്ത് എന്ന് പറയുന്നത് എന്താണ്? സൂപ്പർ, നമ്മളൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെയാണ് കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയില്ലേ. അത് കൂടാതെ ഫൈൻ എന്ന് പറയാനും ഈ മസ്ത് യൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഒന്നുകൂടി റിവിഷൻ പറയാം. യെ മസ്ത് ദിക്റേ, യെ മസ്ത് ദിക്റേ എന്താണ്? നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കുമ്പോ മസ്ത് ചൽറേ എന്നും പറയാം, മസ്ത് ചൽറേ. അപ്പൊ ഇതാണ് മസ്ത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്ലാസ്. അത് കൂടാതെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമന്റ് എനിക്ക് പറയാണ്ട് കേട്ടോ. ഒരു കമന്റ് എന്നോട് ചോദിച്ചിരുന്നു, എല്ലാവർക്കും ഡൗട്ട് വരുന്ന ഒരു കാര്യം തന്നെയാണ്, മേര അപ്ന ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാ. ഇപ്പൊ അപ്ന എന്ന് പറയുന്നതും എന്റേന്നാണ്, അല്ലെങ്കിൽ മേര എന്ന് പറയുന്നതും എന്റേന്നാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ. പക്ഷെ ഇതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഇനിയിപ്പോ അങ്ങോട്ടും പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അതൊന്നും വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല, പക്ഷെ ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. മേര എന്ന് പറഞ്ഞാൽ എന്റെ. ഇപ്പൊ മേര, മേരി, മേരെ ഇത് നമുക്ക് അറിയാവുന്നതാണ്. സ്ത്രീലിംഗോ പുല്ലിംഗോ ബഹുവചനം. അതുപോലെ എന്താണ് നോക്കുന്നത്? നമ്മുടെ റെസ്പെക്ട് നോക്കിയിട്ടാ വെക്കുന്നത് അല്ലെ. പുതുതായിട്ട് ഇന്ന് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇപ്പൊ എന്റെ സഹോദരൻ എന്ന് പറയുമ്പോ മേര ബായി, സഹോദരൻ പുരുഷനായതുകൊണ്ട് ഞാൻ മേര പറഞ്ഞു. ഇനി അവിടെ സഹോദരിയാണെങ്കിൽ മേരി ബഹൻ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇനി മേരെ എന്ന് പറയുമ്പോ എന്താണ്? അവിടെ പപ്പയാണെങ്കിൽ മേരെ പാപ്പ അല്ലെങ്കിൽ പിത എന്ന് പറയും കേട്ടോ. ഇനി കുട്ടികളാണെങ്കിൽ അത് റെസ്പെക്ട് കൊണ്ട് നമ്മൾ മേരെ പറഞ്ഞു കേട്ടോ. ഇനി കുട്ടികളാണെങ്കിൽ മേരെ ബച്ചേ, എന്റെ കുട്ടികൾ. അവിടെ നമ്മൾ എന്താ പറഞ്ഞേ? അത് റെസ്പെക്ട് കൊണ്ടല്ല, അവിടെ നമ്മൾ പ്ലൂരൽ ആയതുകൊണ്ട്. മനസ്സിലാവുന്നില്ലേ? ബഹുവചന ആയതുകൊണ്ടാണ്, കുട്ടികൾ ബഹുവചന ആയതുകൊണ്ടാണ് മേരെ വെച്ച്. ഇതേ ഉള്ള ഡിഫറൻസ്, അതിന് അർത്ഥമൊന്നും മാറ്റം വരില്ല. അതുപോലെ തന്നെയാണ് അപ്പന, അപ്പനി, അപ്പനെ നമുക്ക് മനസ്സിലാവുമെങ്കിൽ വെക്കാം, അതല്ലെങ്കിൽ ഇതിന് മൂന്നിൽ ഏത് പറഞ്ഞാലും പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, ഇപ്പൊ ചോദിച്ചത് ഇതാണ്, ഇത് രണ്ടും ഒരുപോലെ, ഇതിന്റെ വ്യത്യാസം എന്താന്നുള്ളതാ. മേര എന്ന് പറയുമ്പോ എന്താണ്? എന്റെ, എല്ലാവർക്കും അറിയാം അല്ലെ. ഏ മേര ബായി ഹെ, എന്താ? ഇതെന്റെ സഹോദരനാണ്. ഇനിയിപ്പോ നമ്മൾ ഇങ്ങനെയും പറയണേക്കാം, ഈ അപ്പന ബായി ഹെ എന്ന് പറയുമ്പോ എന്താ? ഇതെന്റെ സഹോദരനാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ ഈ കസിൻ ബ്രദേഴ്സിനെയൊക്കെ മേര ബായി എന്ന് പറയുമല്ലോ, എന്റെ സഹോദരനാന്ന് പറയുമല്ലോ. പക്ഷെ ഇവിടെ അപ്ന എന്ന വാക്കിന്റെ അർത്ഥം ഇവിടെയാ വരുന്നത്. അപ്ന എന്ന് പറയുന്നത് സ്വന്തം എന്നുള്ള അർത്ഥമാണ്. മനസ്സിലായോ? അപ്പൊ ഈ അപ്പന യൂസ് ചെയ്യേണ്ടത് സ്വന്തം, സ്വന്തം എന്നുള്ള അർത്ഥം എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെയൊക്കെ ഈ അപ്പന വെക്കാം. ഓക്കെ, അപ്ന, ഏ മേര അപ്ന ബായി ഹെ, അവിടെ രണ്ടും വന്നു. അപ്പൊ ഡൗട്ട് ക്ലിയർ ആയില്ലേ? ഏ മേര അപ്ന ബായി ഹെ, ഇതെന്റെ സ്വന്തം സഹോദരനാണ്. ഏ മേര, ഇപ്പൊ നമ്മളിപ്പോ വാടകയ്ക്ക് താമസിക്കുകയാണ്. അടുത്ത എക്സാമ്പിൾ പറയാം, വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവാനാട്ടോ. ഇത് വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. ഏ മേര ഗറെ എന്ന് പറഞ്ഞ് നമ്മൾ വരും അല്ലെ, ഫ്രണ്ട്സ് ഒക്കെ വരും. ഏ മേര ഗറെ, അവിടെ എന്റെ വീടാണെന്ന് പറയാം നമുക്ക്. പക്ഷേ ഇത് നമ്മുടെ സ്വന്തം വീടാണോ? അല്ല. അപ്പൊ ഇത് എന്റെ സ്വന്തം വീടല്ല എന്ന് എങ്ങനെയാ പറയാ? ഏ മേര അപ്ന ഗർ നഹി ഹെ. മനസ്സിലാവുന്നുണ്ടോ? ഏ മേര അപ്ന ഗർ നഹി ഹെ, അവിടെ സ്വന്തം എന്നുള്ള വാക്കിനാണ് അപ്പന വയ്ക്കുന്നത്. അപ്പൊ സ്വന്തം എന്ന് പറയുന്നിടത്ത് നമുക്ക് എവിടേക്കാണ് സിറ്റുവേഷൻസ് വരുന്നത് അവിടെയാണ് അപ്പന എന്നുള്ളത് വരിക. എന്റെ എന്ന് പറയുമ്പോൾ മേര യൂസ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഒന്ന് രണ്ട് സിറ്റുവേഷനിലും കൂടി നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോഴും ഈ അപ്പന പറയുന്നുണ്ട്. അവിടെ നമ്മൾ സ്വന്തം എന്നുള്ള അർത്ഥം അവിടെ ഇന്റർമീനിങ് വരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയണേ, നീ പോയി നിന്റെ പണി നോക്ക്, നീ പോയി നിന്റെ ജോലി നോക്ക്, തും ജാക്കർ അപ്ന കാം കറോ, അല്ലെങ്കിൽ അപ്ന
കാം തേക്കോ എന്നൊക്കെ പറയാം. മനസ്സിലാവുന്നല്ലോ. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നീ പോയി നിന്റെ ജോലി നോക്കുക. അപ്പൊ നിന്റെ എന്നല്ല അവിടെ സ്വന്തം എന്നുള്ള അർത്ഥത്തിൽ വന്നു. അതുകൊണ്ടാണ് തും ജാക്കർ അപ്ന കാം കരോ എന്ന് പറഞ്ഞത്. ഇനിയിപ്പോ നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് നീ നിന്നെ സൂക്ഷിക്കണം. അവിടെ അപ്ന ഖയാൽ റക്കന, ഖ്യാൽ എന്നും ഖയാൽ എന്നും പറയാം കേട്ടോ. അപ്ന ഖ്യാൽ റക്കന എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ സെന്റൻസ് നോക്കിയിട്ടുള്ളതാണ്. നിന്നെ സൂക്ഷിക്കണം അല്ലെങ്കിൽ സ്വന്തം ശ്രദ്ധിക്കണം എന്നുള്ള അർത്ഥത്തിലാട്ടോ. കെയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പന ഖ്യാൽ റക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇതാണ് ഇതിന്റെ ഡിഫറൻസ്. ക്ലിയർ? ഞാൻ ഒത്തിരി സെന്റൻസുകൾ പറയുന്നത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കേൾക്കുമ്പോ എന്താ പറയുന്നത് ഒരു കൺഫ്യൂഷൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ ചോദ്യം ചോദിക്കാം. ഓക്കെ, ഞാൻ ഈ ഒരു കമന്റ് ആദ്യം പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കമന്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ചോദ്യം, ഈ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ജോലി ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇട്ടോളൂ കേട്ടോ, സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ. അതുപോലെ ഒരെണ്ണം കൂടി പറയാം. അവൻ വന്നിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. അവൻ വന്നിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ഇനിയിപ്പോ നിങ്ങൾക്ക് 2 സെന്റൻസ് ആയിട്ട് ഒരു സെന്റൻസ് മുന്നിൽ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രോബ്ലം അല്ല കേട്ടോ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത് അതാണ് നിങ്ങൾ വിടേണ്ടത്. അപ്പൊ കമന്റ് ചെയ്യാൻ സമയമുള്ള ഒരു കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ടും ആരും മറന്നു പോകരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.